കൊല്ലത്തെ LSS എക്സാം കിട്ടിയിട്ടുള്ള ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. EVS മാർക്ക് കുറയോന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ മക്കളുണ്ടായിരിക്കും, അവർക്ക് വലിയ ആഗ്രഹമാണല്ലോ ഈ ഒരു എക്സാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ കൊല്ലത്തെ LSS എക്സാം കിട്ടിയിട്ടുള്ള ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുക്ത കുട്ടിനോട് ചോദിച്ചറിയാം. അപ്പൊ മോൾ എവിടുന്നാ വരുന്നേ? പയ്യന്നൂര്, കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, മോൾക്ക് ഈ ഒരു എക്സാം കിട്ടുന്ന അറിയായിരുന്നോ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എനിക്ക് EVS മാർക്ക് കുറയോന്നൊരു പേടിണ്ടായിരുന്നു. അപ്പൊ ഈ എക്സാമിന്റെ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ക്രോസ് ചെക്ക് ചെയ്തോ? അപ്പൊ എത്ര മാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? 1 വേർഡ്സിലെല്ലാം 48 ഉണ്ടായിരുന്നു. 1 വേർഡ്സ് മുഴുവനായിട്ട് നോക്കിയപ്പോൾ. പിന്നെ അപ്പൊ 48 കിട്ടിക്കഴിഞ്ഞാൽ LSS കിട്ടുമല്ലോ. അപ്പൊ മോൾക്ക് അറിയായിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് LSS കിട്ടുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ റിസൾട്ട് അറിഞ്ഞ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ആരാ റിസൾട്ട് പറഞ്ഞത്? റിസൾട്ട് മൊബൈലിൽ കാണിച്ചു തരുക, ആരും പറഞ്ഞില്ല, സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മൊബൈലിൽ കാണിച്ചു തരുന്നത്. ആര് കാണിച്ചെന്നേ? ഇവര് 3 ആളും തന്നെ. ഇവിടെ 3 പേര് തരണം, അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. അവര് ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഒരേ ചിരിയാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചറിയാം എന്തുകൊണ്ടാണ് ചിരിച്ചതെന്ന്. വല്ല കള്ളത്തരം ഉണ്ടാ? ഇല്ലല്ലേ? അപ്പോ ഈ കാര്യം അറിഞ്ഞല്ലേ, LSS ഒക്കെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. ടീച്ചേഴ്സിനൊക്കെ വിളിച്ചോ സ്കൂളില്? വിളിച്ചു. ആരെന്താ പറഞ്ഞേ? അവര് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്, ടീച്ചർക്ക് താങ്ക് യു എല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ മക്കളുണ്ടായിരിക്കും, അവർക്ക് വലിയ ആഗ്രഹമാണല്ലോ ഈ ഒരു എക്സാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ മോൾ എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ എക്സാമിനറിന്റെ ക്ലാസ് കാണുന്ന ദിവസവും, പിന്നെ അതിന്റെ നോട്ട്സ് എഴുതിയെടുക്കും, പിന്നെ ടീച്ചേഴ്സ് എഴുതുന്ന നോട്ട്സ് പഠിക്കും, പിന്നെ ഗൈഡും പഠിക്കും. എക്സ്ട്രാ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാൻ. ഇപ്പൊ നമുക്കറിയാം ഈ LSS എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ എക്സാമിന്റെ ആ ഒരു സമയത്തായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ മോൾ എങ്ങനെയാണ് ആ ഒരു എക്സാമും ഈ എക്സാമും എല്ലാം ഹാൻഡിൽ ചെയ്തത്? LSSഉം ഈ എക്സാമും കൂടിയിട്ട് രണ്ടും ഒരുമിച്ച് പഠിക്കും. ചില സമയത്ത് അതിനും കൂടി ഇല്ലതും കൂടി പഠിക്കും. അങ്ങനെ ചില സമയത്ത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കും, ചില സമയത്ത് LSS എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കും. അങ്ങനെ പഠിച്ചത്. അതായത് എത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കും ഇപ്പോ? ഒരു 1-2. അതായത് ഒരു 1 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി അല്ലേ? അപ്പൊ എങ്ങനെ മോള് പഠിക്കുന്ന രീതി? നോട്ടൊക്കെ എഴുതി കളർഫുൾ ആക്കിയിട്ടൊക്കെ ഇരുന്ന് പഠിക്കുക? ഇല്ല, നോട്ടൊന്നും എഴുതാറില്ല? നോട്ട് എഴുതാറുണ്ട് ചില സമയത്ത്, മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടെല്ലാം എഴുതി വെക്കും. ഓക്കെ, അപ്പൊ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ് 4ാം ക്ലാസ്സിൽ? ഇപ്പൊ 5ൽ എത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് ഇംഗ്ലീഷും മാത്സും EVS ആയിരുന്നു. ഈ 3 സബ്ജക്ട് നല്ല ഇഷ്ടമാണ് അല്ലേ? ഇതിലൊക്കെ നല്ല മാർക്ക് ഉണ്ടോ? EVS കുറച്ച് മാർക്ക് കുറയുന്നാ വിചാരിച്ചത്, പക്ഷെ മാർക്ക് കിട്ടി. അപ്പൊ നമ്മുടെ മുക്ത കുട്ടി ക്ലാസ് ടോപ്പറും കൂടിയാണ് അല്ലേ? സ്കൂൾ ടോപ്പർ ആണോ? സ്കൂൾ ടോപ്പർ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ എല്ലാത്തിലും നല്ല ഫസ്റ്റ് ആവുന്നത്? ഇതിനൊക്കെ എങ്ങനെയാ പഠിക്കുക? പാരന്റ്സ് ഇങ്ങനെ പറയാം, അമ്മയും അച്ഛനൊക്കെ പറയാം പഠിക്കുന്നൊക്കെ പറയോ? ഇല്ല, സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കും. ആദ്യം മുതൽ തന്നെ പഠിക്കണോ, അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് പഠിച്ചാൽ മതിയോ? അന്നന്ന് എഴുതിപ്പിക്കുന്ന അന്നന്ന് പഠിക്കണം. അന്നന്ന് ഇരുന്ന് പഠിക്കുമായിരുന്നു ഓരോ കാര്യങ്ങളും പഠിക്കും. ഇപ്പൊ നമ്മുടെ LSS എക്സാമില് GK ഉണ്ടല്ലോ, നമ്മുടെ ജനറൽ നോളജിന്റെ ഒരു സെഷൻ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ മോള് പഠിച്ചിട്ടുണ്ടായിരുന്നേ? GK ഒന്ന് 4ാം ക്ലാസ്സിലെല്ലാം കയറുമ്പോ എനിക്ക് ഒട്ടും അറിയുന്നുണ്ടായില്ല. പിന്നെ GKന്റെ ഓരോ ക്ലാസ്സും കണ്ട്, പിന്നെ എനക്ക് ടീച്ചർ ഉണ്ടായിനി GK എടുക്കുന്നത്. ആ ടീച്ചർ നല്ലോണം നമ്മളെ പഠിപ്പിച്ചു. പിന്നെ എക്സാമിനറിന്റെ ചില എല്ലാ GKന്റെ ഇതും ലൈവിലും കാണലുണ്ട്. അങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മറന്നു പോവല്ലോ. GK ആകുമ്പോ നമുക്കിങ്ങനെ ഓരോ 1 വേർഡ് ആണല്ലോ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ മറന്നു പോവല്ലോ. അപ്പൊ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാ? ഞാൻ GK എഴുതുക ചെയ്യാറ്. എഴുതി പഠിക്കും. എന്നിട്ട് ഇടയ്ക്ക് റിവൈസ് ചെയ്യോ? ഇടയ്ക്ക് റിവൈസ് ചെയ്യും. ഈ ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ വരുന്നില്ലേ, അപ്പൊ അതിനൊക്കെ മോൾ എങ്ങനെ പഠിച്ചിട്ടുണ്ട്? അതിനൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു? അപ്പൊ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു വരും. ഇനി മോൾക്ക് ഏറ്റവും ഇപ്പൊ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടല്ലോ, 5ാം ക്ലാസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാ? ഫ്രണ്ട്സ് ഒക്കെ ആരാ ബെസ്റ്റ് ഫ്രണ്ട്സ്? ബെസ്റ്റ് ഫ്രണ്ട്സ് 4 ആൾക്കാരുണ്ട്. 4 ആൾക്കാർ? ആരൊക്കെയായിരുന്നു അത്?
ഋതിക, ഋതിക, ദിയ, ദിയ, നൂർജഹാൻ, നൂർജഹാൻ, പിന്നെ ശ്രീയ. ശ്രിയ. ആക്ച്വലി വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ ടേക്കാണ് ഇന്റർവ്യൂ. അപ്പോൾ ആദ്യത്തെ ടേക്കിൽ 3 ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ 4ാമത് പേര് പറയാൻ വിട്ടുപോയതായിരിക്കും അല്ലേ? അവർക്ക് ഇനി വിഷമം ഉണ്ടാ വിചാരിച്ചു. അപ്പോൾ 4 ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി 5ാം ക്ലാസ്സിൽ ഈ സബ്ജക്റ്റ് എനിക്ക് വേണ്ടായിരുന്നു 5ല്. അങ്ങനെ തോന്നിയിട്ടുള്ള സബ്ജക്റ്റ് ഏതാ? ബേസിക് സയൻസ് ഫസ്റ്റ് എന്താ പറയാ, എൻ്റെ ചേച്ചി തന്നെ ട്യൂഷൻ എടുത്തിരുന്നു ഫസ്റ്റ്. ചേച്ചി സ്വന്തം പഠിപ്പിച്ചു തരുമോ? സ്കൂളിൽ തുറക്കുന്നതിന് മുന്നേ. അപ്പൊ ഒന്നും ബേസിക് സയൻസ് വേണ്ടാന്ന് വിചാരിച്ചേ. പക്ഷെ സ്കൂൾ തുറന്നപ്പോഴത്തേക്കും ബേസിക് സയൻസ് ഈസി ആണെന്ന് തോന്നി. അപ്പൊ അന്ന് ഞാൻ എക്സാമിനറിന്റെ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ തുടങ്ങിയത്. ഓക്കെ. ചേച്ചിയും അനിയത്തി എങ്ങനെ നന്നായിട്ട് വഴക്കൂടോ? അത് നല്ല ചില സമയത്ത് അടി കൂടാറൊക്കെ ഉണ്ട്. എന്തിനാ മെയിനായിട്ട് അടി കൂടുക? എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ എനിക്ക് അറിയില്ല. അങ്ങനെ അറിയില്ല. ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ഇടാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഹോബീസ്? ഫ്രീ ആയിരിക്കും എന്തൊക്കെയാ ചെയ്യും? ആർട്ട് ചെയ്യലുണ്ട് ചില സമയത്ത്. ഓക്കെ. ഇനിയിപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ട്, അവർക്ക് LSS എക്സാം കിട്ടണം എന്ന് ആഗ്രഹമുള്ള മക്കളുണ്ട്. അവരോടൊക്കെ മോൾക്ക് എന്താ പറയുക? കാരണം മോൾക്ക് കിട്ടിയല്ലോ, അപ്പൊ ആ കുട്ടികൾക്കും കിട്ടണമല്ലോ. അപ്പൊ അവരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും കിട്ടും. അങ്ങനെ മോൾക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടോ? അന്നന്ന് എടുത്ത നോട്ട്സ് അന്നന്ന് പഠിക്കുക. പിന്നെ LSS ഗൈഡ് മുഴുവൻ എക്സാമിന് മുമ്പേ തീർക്കുക പഠിച്ചിട്ട്. പിന്നെ ക്ലാസ് ആണ് എക്സാമിനറിന്റെ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ മുക്തക്കുട്ടിക്ക് അടിപൊളിയായിട്ട് അന്നന്ന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ അന്നന്ന് പഠിച്ചത് കൊണ്ടും നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയത് കൊണ്ടൊക്കെയാണ് നമ്മുടെ LSS എക്സാമും അതുകൂടാതെ തന്നെ ക്ലാസ് ടോപ്പറും സ്കൂൾ ടോപ്പറൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പൊ ഇനി മോള് 5ാം ക്ലാസ്സിലും ക്ലാസ് ടോപ്പറും സ്കൂൾ ടോപ്പറും ഒക്കെ ആവട്ടെ. അപ്പോൾ നമ്മുടെ മുത്തക്കുട്ടിക്ക് ഓൾ ദ വെരി ബെസ്റ്റ്.